ഹായ് ഹലോ മദർ യൂണിവേഴ്സിറ്റിക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ റൂട്ട് ഇഷ്യൂ എന്താണ്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പും 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ബാലൻസ് ലഭിക്കുന്നില്ല എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എൻഡ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയം തകർന്നിരിക്കുന്ന ചില സിറ്റുവേഷൻ. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് എനർജിയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, ഐസൊലേഷനിലായിരിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ചില സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് മാറിപ്പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഒരു സ്ഥലം നിങ്ങൾക്ക് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് മാറേണ്ടതായി വരുന്നു. അത് നിങ്ങളുടെ സ്വന്തം വീടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലമായിരിക്കാം. അത് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 6 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് മാജിക് ഉണ്ടായിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ചില ഡെവിൾ എനർജികൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങൾക്ക് ചില ബാലൻസ് അവസാനിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഗ്രോത്ത് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത്. നല്ല രീതിയിലൊരു ബ്ലാക്ക് എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്തിരിക്കുന്നതായി കാണുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില തേർഡ് പാർട്ടികൾ ഇടപെട്ടത് കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലി കയറ്റം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സെലിബ്രേഷൻ വരാനിരുന്ന ഒരു സാഹചര്യത്തിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ഗ്രോത്ത് വരാനിരുന്നു, പക്ഷേ അത് ചില തേർഡ് പാർട്ടികൾ കാരണം നിങ്ങളെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നതായി കാണുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നത്? ഇമ്മച്വർ ആയിട്ടുള്ള നിങ്ങളുടെ ചില തീരുമാനങ്ങൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായി വന്നിരിക്കുന്നതായി കാണുന്നു. ചില വ്യക്തികളുടെ ഇടപെടലുകൾ കാരണം, ഇമ്മച്വർ ആയിട്ടുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം ഒരു കാര്യം അവസാനിച്ചു, എൻഡ് ആയതായി കാണുന്നു. ഓക്കെ, അതിൻ്റെ പേരിൽ നിങ്ങൾ നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിച്ചിട്ട് പോലും അത് സാധിക്കുന്നില്ല, ഡിപ്രഷനിലേക്ക് വീണിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓവറോൾ എനർജി എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ ഗ്രോത്ത് ലഭിക്കുന്നതിന്, വിജയം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായി വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാത്ത ബ്ലാക്ക് എനർജിയാൽ, ആദ്യമേ തന്നെ ഒരു ഡബിൾ എനർജി വന്നിരുന്നു. ആ ഒരു ഡബിൾ എനർജിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ചതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നോക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ കറണ്ട് ഇഷ്യൂവിൽ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ നേരിടുന്ന ഈ വിഷയത്തിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മറുപടി എന്താണ്? ഓക്കെ, ദ ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പ്രപഞ്ചശക്തി നിങ്ങളെ ഐസൊലേഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്തിനെന്നാൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹെർമിറ്റ് എന്ന് പറയുമ്പം ഒരു സന്യാസിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ ഉദ്ദേശം എന്താണ്, നിങ്ങൾ ജനിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കർമ്മ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു പെയിൻ സിറ്റുവേഷൻ, ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചതല്ല, അതങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതാണ്. എന്തിനെന്നാൽ നിങ്ങൾ ആരെന്നും നിങ്ങളുടെ ഉള്ളിലെ ശക്തി എന്താണെന്നും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ മറ്റൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, നിങ്ങളെ ഹെർമിറ്റിലേക്ക് കൊണ്ടുപോകുന്നത് പ്രപഞ്ച ശക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ദ വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ
സറണ്ടർ ആവേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിലെല്ലാം നിങ്ങൾ സറണ്ടർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് ചില വിജയങ്ങൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക, നിങ്ങൾ സറണ്ടർ ആകുക. ഇനി പ്രപഞ്ചത്തിൻ്റെ ഊഴമാണ്, പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ശക്തി അയക്കാൻ പോകുന്ന എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കർമ്മ കാർഡ് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മയ്ക്കനുസരിച്ചുള്ള ആ ഒരു എനർജിയാണ് നിങ്ങളെ തേടി ഇനി വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നത്? എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ അവസാനിച്ചത്? പ്രപഞ്ചശക്തി എന്താണ് ഇനി വീണ്ടും റീബർത്ത് ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ഒരുപാട് ഭയങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഭയപ്പെട്ടിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ സിറ്റുവേഷനുണ്ട്. നിങ്ങൾ ചില രോഗങ്ങളാൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്. അതെല്ലാം നിങ്ങൾക്കിവിടെ അവസാനിക്കാൻ പോവുകയാണ്. ചില ഉദയങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി ഒരുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഒന്നല്ല, ഒരുപാട് ചോയ്സുകൾ ഇനി വന്നു ചേരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 7 ചക്ര മെഡിറ്റേഷൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം നിങ്ങളുടെ ചക്രാസ് ഹീലിങ്സ് നിങ്ങൾ ഈ ഒരു സമയം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ വേദനിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന സാമ്പത്തികവും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഡൻ ആക്ഷൻ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളെ കൂടുതൽ നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതായി കാണുന്നു. നിങ്ങൾ കണ്ടിരുന്നതായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ കരിയറിലെല്ലാം ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു. നിങ്ങൾ വേദനിച്ചിരിക്കുക, ഇതുപോലെ കരഞ്ഞ് വേദനിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിലാണ് ഈ ഒരു സഡൻ ആക്ഷൻ ഉണ്ടാകാൻ പോകുന്നത്. 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ ബാലൻസ് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഇവിടെ ബാലൻസ് വരികയാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല, ലാക്ക് ഓഫ് ബാലൻസ് ആണ് ഇവിടെ വരുന്നത്. സാമ്പത്തികമാണെങ്കിലും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ബാലൻസിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് പ്രപഞ്ചശക്തി നൽകുന്നത്. അത് ആർക്കൊക്കെയാണ് ആ ബാലൻസ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്താണ് വെക്കുന്നത്. അല്ലാതെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വെക്കുന്നതല്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ ഷഫിൾ ചെയ്തിട്ടാണ് കാർഡ്സ് വെക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം ഇന്നത്തെ എനർജിയുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവായി തീരുമോ? ഇപ്പോൾ വന്നിരിക്കുന്ന പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കാർഡ് സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത് ദ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കെല്ലാം എൻഡ് വന്നുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി നിങ്ങളെ മറ്റൊരു വേയിലൂടെ കൊണ്ടുപോകുന്നു. അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇവിടെ ബ്രൈറ്റ്നെസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് പ്രപഞ്ചശക്തി വഴികാട്ടിയാകുന്നു. നിങ്ങൾ വീണുപോയിട്ടുള്ള ആ കുഴികളിൽ നിന്നെല്ലാം പ്രപഞ്ചശക്തി നിങ്ങളെ മാറ്റി മറ്റൊരു വേയിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വഴികളെല്ലാം നിർദ്ദേശിച്ച് തന്നുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി നിങ്ങളെ ഒരു സ്പിരിച്വൽ വേയിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരു നല്ല വഴിയിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സക്സസ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇന്നെടുത്ത റീഡിങ് ഫസ്റ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കുള്ളതാണ്. സെക്കൻഡ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് സ്ട്രഗിൾ സിറ്റുവേഷൻ കാണുന്നുണ്ട്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്?
നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് തോട്ടുകളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും അനുഗ്രഹം പ്രപഞ്ചശക്തി നൽകുന്നുണ്ട്. സൂര്യൻ്റെ പ്രകാശം ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ അനുഗ്രഹത്തെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്നും ആ ഒരു നെഗറ്റീവ് തോട്ടുകൾ, നമ്മുടെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ മാറ്റിയിട്ട് അതിനെ പ്രപഞ്ചശക്തിയിലേക്ക് ഏൽപ്പിക്കുക. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ ഒരു മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അപ്പം എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്യുക? നമുക്ക് ഇങ്ങനെ സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്, നമുക്ക് മൂവ് ഓൺ ചെയ്യുക എന്നുള്ള അനുഗ്രഹം എന്നുള്ളത് ഭയങ്കര എളുപ്പമായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. സാധിക്കാത്ത കാര്യങ്ങളെ സാധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എങ്കിൽ മാത്രമേ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുകയുള്ളൂ. ഈ സ്ട്രഗിൾ ആകുന്ന മൈൻഡിനെ നിങ്ങൾ കൺട്രോളിങ്ങിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും ഈ ഗ്രോത്ത് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ നെഗറ്റീവ് തോട്ടുകളുണ്ട്. അതാണ് നിങ്ങളെ കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസിനെ മാറ്റുന്നതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക. നിങ്ങൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും നിങ്ങൾക്കെതിരായി ചെയ്ത നെഗറ്റീവ് എനർജി എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റിനെയാണ് ഇവിടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നെഗറ്റീവ് എനർജി ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ കാർഡുകാർ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നുണ്ട്. ഹേ റീക്കി എനർജി, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? ഹേ റീക്കി. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. പോസിബിൾ ആണ് കാണിക്കുന്നത്. പോസിബിൾ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും. മേജർ ആർക്കാന കാർഡ് ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതിന് സമയമെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഫൂളിൻ്റെ കാർഡ് എന്ന് പറയുമ്പോൾ മേജർ ആർക്കാന കാർഡാണ്. അപ്പം പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ യെസ് എന്ന് പെട്ടെന്ന് കാണിച്ചു തരുന്നത്. പക്ഷേ ഇവിടെ പോസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സമയം ദൂരമുള്ളത് കൊണ്ടാണ് ഇവിടെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നൊന്ന് ഉള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നടക്കും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? ഹേ റീക്കി, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? ഓക്കെ, ഇപ്പോഴും താൽക്കാലികമായിട്ടാണ് ഇവിടെ നോ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ആ നെഗറ്റീവ് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് നിങ്ങൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രോത്താണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇവർക്കുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാര്യം സാധിക്കും. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരെക്കാളും എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ കാര്യം സാധിക്കും. പക്ഷേ ഈ ഒരു കോൺഫ്ലിക്റ്റ്, നെഗറ്റീവ് തോട്ടുകൾ, എനിക്കത് നടക്കാനൊന്നും പോകുന്നില്ല, ടെൻഷൻ, വെപ്രാളം, കരച്ചിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിലനിൽക്കവെയാണ് നിങ്ങൾക്ക് തടസ്സം ഉള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു തടസ്സം നിങ്ങൾ മാറ്റി നിങ്ങളുടെ മൈൻഡിനെ ക്ലാരിറ്റി കൊണ്ടുവന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാർഡിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, അത് നമുക്ക് റീക്കിയോട് ചോദിക്കാം. ഓക്കെ, ഇപ്പം നോ എന്നാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഈ കോൺഫ്ലിക്റ്റിൽ നിന്നും എൻ്റെ വ്യൂസ് റിലീസായി കഴിഞ്ഞാൽ സക്സസ് ലഭിക്കുമോ? ഈ കോൺഫ്ലിക്റ്റിൽ നിന്നും റിലീസായി കഴിഞ്ഞാൽ സക്സസ് ലഭിക്കുമോ? ഹേ റീക്കി.
സ്ട്രോങ്ങിൽ. എസ് എന്നാണ് കാണിക്കുന്നത്, പോസിബിലിറ്റിയും അല്ല, എസ് ആണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം സാധിക്കും, പെട്ടെന്ന് നടക്കും. നിങ്ങളെന്ന് ഈ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം പെട്ടെന്ന് നടക്കും. പക്ഷേ തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ നിങ്ങൾ നേരെയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാര്യം നടക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് കുറച്ച് താമസിച്ചായിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നോ അല്ല, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എസ് 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 100% എസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.